ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഇറാൻ അമേരിക്കയെ മോക്ക് ചെയ്തുകൊണ്ട് ഇറാൻ്റെ പുതിയ ടെറിട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഒരു പടം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ട്വിറ്ററിൽ. ആ ഇമേജാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡയലോഗിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി, അല്ലാതെ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത് അമേരിക്ക എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കോമാളിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു പോസ്റ്റിങ്ങിന് ഇടാറുണ്ട്. അവർ വെറുതെ തന്നെ ട്രംപിനെ വല്ലാത്ത രീതിയിൽ മോക്ക് ചെയ്യുന്ന ടീമുകളാണ് ഇറാനിയൻസ്. അപ്പോൾ അത്തരത്തിൽ ഇതിനെ കണ്ടാൽ മതി. വലിയ ബിൽ ബോർഡുകളാണ് ഇറാൻ്റെ ഉള്ളിൽ ട്രംപിനെതിരെ ഫ്ലക്സ് അടിച്ച് IRGC ഒട്ടിക്കുന്നത്. വലിയ ഫ്ലക്സ് ബോർഡുകൾ, നല്ല ചിലവ് വരുന്ന രീതിയിലുള്ള വലിയ ഭീമമായ ഫ്ലക്സ് ബോർഡുകളാണ് അമേരിക്കയ്ക്കെതിരെ IRGC എപ്പോഴും അവരുടെ പൊതുജനങ്ങളുടെ മനസ്സിൽ, ഇറാനിയൻ ജനങ്ങളുടെ മനസ്സിൽ അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് അവരെപ്പോഴും അടിച്ചൊട്ടിക്കുന്നത്. ഒരു ഇടപെട്ട കാലത്ത് ട്രംപിനെതിരെയുള്ള പോസ്റ്ററുകളാണ് ഏറ്റവും കൂടുതൽ അവർ പ്രദർശിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള റിയൽ ജിയോ പൊളിറ്റിക്കൽ ഈവൻസിൽ വന്നു കഴിഞ്ഞാൽ UAE തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള സകലമായ ഇടപാടുകളും നിർത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് UAE പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മിലിറ്ററി എൻഫോഴ്സ്മെൻറ്റ് ഇറാനിന് മേളിൽ കുറച്ചുകൊണ്ട് എക്കണോമിക് ബ്ലോക്കേഡ് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പം നിലവിൽ UAEക്ക് മേളിൽ UAE ആണ് ഏറ്റവും കൂടുതൽ ഇറാൻ ടാർഗറ്റ് ചെയ്തിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ UAE ടാർഗറ്റ് ചെയ്തത് ഏതാണ്ട് 2200 പരം ഡ്രോണുകളും ഏതാണ്ട് 550 മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് UAEക്കെതിരെ ഇറാൻ നടത്തിയത്. പക്ഷേ UAE അതിനെ ശക്തമായിട്ട് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇപ്പോഴും ശക്തമായി തന്നെ UAE നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ പറയത്തക്ക രീതിയിലുള്ള ഡാമേജസ് ഒന്നും UAEക്ക് സംഭവിച്ചിട്ടില്ല. ജബൽ അലി പോർട്ടിലും അതേപോലെ ഫിജൈറ പോർട്ടിലൊക്കെ ആയിട്ട് ഇച്ചിരി ഡാമേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് അമേരിക്കൻ ബേസിലാണ് ഡാമേജ് സംഭവിച്ചത്. റഡാർ സർവൈലൻസ് യൂണിറ്റ് തകർക്കപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലുപരി പറയത്തക്ക രീതിയിൽ UAEക്ക് വലിയ ഡാമേജസ് ഇല്ല. UAEക്ക് ഉണ്ടായ ഡാമേജ് എന്താണെന്ന് പറഞ്ഞാൽ എക്കണോമിക് ലോസ്, ടൂറിസ്റ്റുകളുടെ വരവ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള എക്കോണമിയെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഫ്ലൈറ്റ് സർവീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളാണ് സംഭവിക്കുന്നത്. അത് UAEക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഒരു ദിവസത്തിന് മുമ്പ് UAEക്ക് മേലിൽ ഡ്രോണുകൾ അയക്കുകയും അതേപോലെ ബാലിസ്റ്റിക് മിസൈൽ വെച്ച് ടാർഗറ്റ് ചെയ്യുന്ന ഏർപ്പാട് അത് ഒരു ദിവസത്തിന് മുമ്പ് ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് UAE വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ അവർ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇറാനുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ട്രേഡ്, എക്കോണമി, ബാങ്കിങ് സെക്ടർ ഇതുപോലെയുള്ള കംപ്ലീറ്റ് പരിപാടികൾ നിർത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫുൾ സ്റ്റോപ്പ് വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ എക്കണോമിക് എംബാർഗോയുടെ ഭാഗമാണോ ചോദിച്ചാൽ അങ്ങനെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇത് UAE എടുത്ത തീരുമാനമാണ്. കാരണം ആദ്യത്തെ പ്രാവശ്യം ഏറ്റവും കൂടുതൽ UAE ആണ് ടാർഗറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് UAE ഇറാനുമായിട്ട് ചർച്ച നടത്തി കൃത്യമായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്തിരുന്നു. നിങ്ങളുടെ അസറ്റുകൾ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഇത്രമാത്രമുണ്ട്, അപ്പോൾ അത് ഞങ്ങൾ ഫ്രീസ് ചെയ്യും, ആ സ്വത്തുവകകളൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇറാൻ UAEക്ക് മേലുള്ള ആക്രമണം ഇച്ചിരി നിർത്തിവെച്ചിരുന്നത്. പക്ഷേ UAEയുമായിട്ട് അബു മൂസ ഐലൻഡ്, ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ് ഇത്തരത്തിലുള്ള 3 ഐലൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. UAEയും ആ ഐലൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAEക്കെതിരെയുള്ള ഇറാൻ്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ സൂചനയാണ് വീണ്ടും UAEയെ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം UAE എടുത്തിരിക്കുന്ന നിലപാടിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാന് തന്നെയാണ് പ്രശ്നം. കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറാനാണ് UAEയിലേക്ക് കയറ്റി അയക്കുന്നത്. അതും നട്ട്സ് ഐറ്റംസ്, അതേപോലെ തന്നെ സാഫ്രോൺ, ഇതേപോലത്തെ ഉള്ള കുറേ ഐറ്റംസാണ് ഇറാൻ ഏറ്റവും കൂടുതൽ UAEക്കുള്ളിൽ കയറ്റി അയക്കുന്നത്. ഇപ്പോൾ ഈ സാധനങ്ങൾ, ഈ സാഫ്രോൺ ആയിക്കോട്ടെ, അതേപോലെ നട്ട്സ്, ബദാം, ഇതേപോലത്തെ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇറാനിൻ്റെ ഉള്ളിൽ നിന്നും UAEയിലേക്ക് കയറി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കർഷകർ ഇറാൻ്റെ ഉള്ളിൽ ഹെവിലി അഫക്റ്റഡ് ആവും. അപ്പോൾ ഈ നഷ്ടം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വലുതാണ്. വളരെ വലുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡീപ്പായിട്ട് ഇറാനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനാണ് ഇപ്പോൾ UAE എടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് UAEക്ക് 450 മില്യൻ്റെ സാധനങ്ങൾ അത് വേറെ എവിടെയെങ്കിലും കയറ്റി അയച്ചാൽ മതി, വലിയ രീതിയിൽ പറയത്തക്ക നഷ്ടമില്ല. ഇതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UAE അടുത്ത് ചർച്ച നടത്തുമായിരിക്കാം. മിഡിൽ ഈസ്റ്റ് മേഖലയായിക്കോട്ടെ, അതേപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ ഇറാനിന് മേളിൽ അപ്ലൈ ചെയ്യാനാണ് ഈ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ UAE യുണീക്കായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത്. കാരണം UAE അവരുടെ നിലപാട് ഒപ്പക്കിൽ നിന്നും അവർ പുറത്താണ്. സൗദി അലയൻസ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും UAE സെപ്പറേറ്റ് ആയിട്ട്, ഇസ്രായേൽ, ഇന്ത്യ, UAE ഇത്തരത്തിലുള്ളൊരു അലയൻസിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAEക്ക് UAEയുടേതായിട്ടുള്ള യുണീക്ക് തീരുമാനം എടുക്കേണ്ട നിർബന്ധിത ഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ മോസ്റ്റ് റീസെൻറ്റ് ഡേറ്റ പറയുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2023 മാത്രം ഇറാൻ UAE ട്രേഡ് 6.3 ബില്യൺ വർത്തുള്ള ട്രേഡാണ് നടന്നിരിക്കുന്നത്. $6 6.3 ബില്യൺ. അതിൽ 5.8 ബില്യൺ $5 വർത്ത് വരുന്ന പ്രോഡക്റ്റ് ഇറാൻ UAEയിൽ നിന്നും 5.8 ബില്യൺ വർത്തുള്ള പ്രോഡക്റ്റ് ഇറാൻ UAEയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 450 മില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് മാത്രമേ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇറാനിൽ നിന്നും UAEയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു തരത്തിൽ ഇത് 2023 ഡേറ്റയാണ്. പക്ഷേ പല വർഷങ്ങളിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. 2.81 ബില്യൺ $5 വർത്ത് വരുന്ന ടെലിഫോൺ മാത്രം, അതായത് ഫോൺ ഐറ്റംസ്, ആക്സസറീസ്, ഇതേപോലത്തെ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് മാത്രം ഏതാണ്ട് 2.81 ബില്യൺ വർത്തുള്ള ഇമ്പോർട്ടാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് UAEയിൽ നിന്നും. നേരെ മറിച്ച് ഇറാൻ UAEയിലേക്ക് കയറ്റി അയക്കുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നട്ട്സ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ സ്പൈസസ്, അതേപോലെ ചില ബിൽഡിംഗ് സ്റ്റോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇറാൻ UAEയിലേക്ക് കയറ്റി അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കയറ്റുമതിയുടെ അളവ് ഇച്ചിരി കുറവാണ് ഇറാനിൽ നിന്നും UAEയിലേക്ക്. പക്ഷേ UAEയിൽ നിന്നും ഇറാനിലോട്ട് കൂടുതൽ സാധനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇറാനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഇറക്കുമതി പ്രോഡക്റ്റ് അത് എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അതിവിടെ വിഷയമേ അല്ല. പക്ഷേ അതേസമയം ഇറാനിൽ നിന്നും 450 മില്യണോളം വർത്ത് വരുന്ന പ്രോഡക്റ്റുകൾ UAEയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഫാർമേഴ്സ്, ഞാൻ മേൽ പറഞ്ഞ ഈ പ്രോഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഫാർമേഴ്സ്, അവരെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. കാരണം $1 എന്ന് പറഞ്ഞാൽ ഇറാനിൽ എത്രയാണെന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. 13 മില്യൺ 12 മില്യൺ ഒക്കെയാണ് ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തിൽ വരുന്നത്. മൂല്യത്തകർച്ചയിൽ, ഇൻഫ്ലേഷനിൽ കിടക്കുന്ന രാജ്യത്തിന് 450 മില്യൺ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കർഷകരൊക്കെ ഇനി വീണ്ടും കുറച്ചുകൂടി കഷ്ടപ്പാടിലാവും. IDF ട്രൂപ്പ് ഓപ്പറേറ്റഡ് അണ്ടർ ദ ഗാസ ഡിവിഷനിൽ ഹമാസിൻ്റെ മറ്റൊരു തുരങ്കം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് IDF. സെൻട്രൽ ആൻഡ് സദൻ ഗാസ ഇതിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലാണ് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ ഓപ്പറേഷനിലേക്ക് നീങ്ങുകയാണ് IDF ഷിൻബെറ്റിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് നടത്തിയ ആക്രമണത്തിൽ ഗാസയ്ക്കുള്ളിൽ 2 ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായിട്ട് IDF റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. استهداف دراجة نارية الآن في مخيم النصيرات على مقربة منا ونحن نسير في الشارع. غارة إسرائيلية استهدفت أحد المواطنين وهو على دراجة نارية في هذا الشارع حيث كنت على مقربة، وهنا نشاهد ربما أحد المواطنين حيث ينتشل الأشلاء وجزء من أشلاء هذا المواطن. وغارة حقيقة كانت عنيفة في هذا المكان. كنت هنا أتواجد وحدثت الغارة، ويعني حقيقة عدد من الإصابات من المارة في الطريق. حتى هذه اللحظة لم تصل سيارات الإسعاف، لكن غارة من طائرات الاستطلاع، ويبدو أنها حادثة اغتيال لأحد المواطنين الذي كان يسير على دراجة نارية في هذا الشارع. مخيم النصيرات هنا شهيد دراجة نارية الآن استهدافها في مخيم النصيرات. ഈ മൊറോക്കോയിൽ നിന്നും സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, 74,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 10,000 പേർ ഇപ്പോഴും സ്പെയിൻ്റെ ഉള്ളിൽ തുടരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മഗ്രിബീസ് എന്ന് പറയുന്നത്, ഈ മൊറോക്കൻസിനെയാണ് മഗ്രിബീസ് എന്ന് പറയുന്നത്, തീവ്രവാദികളായിട്ടുള്ള മഗ്രിബീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്പെയിൻ്റെ ഉള്ളിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇവർ പലതരത്തിലും ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് വാർത്ത ലീക്കായതിനെ തുടർന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് 8 ISIS ഭീകരരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സ്പാനിഷ് ലാംഗ്വേജിൽ ലീഫ്ലെറ്റുകൾ അടിച്ച് അവിടുത്തെ സ്പെയിനിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്ത്
തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം നടത്തുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് ഈ കണ്ടെത്തൽ സ്പാനിഷ് ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിരവധി സ്ഥലങ്ങളിൽ ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. IDFൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ഇയാൽ സാമേർ, ഗ്രീസിൻ്റെ ഡിഫൻസ് ചീഫായിട്ടുള്ള ദിമിത്രിയോസ് ചോയ്പിസുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ഗ്രീസ്, ഇസ്രായേൽ, ഇന്ത്യ, അതുപോലെ തന്നെ മെഡിറ്ററേനിയനിൽ സ്ഥിതി ചെയ്യുന്ന സൈപ്രസ്, ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടായ്മ ശരിക്കും തുർക്കിക്ക് താല്പര്യമില്ലാത്ത കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിനകത്ത് തുർക്കി ഒരു കളി കളിക്കുന്നുണ്ട് ഇന്ത്യയെ ചുറ്റിലും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ജെറുസലേമും ഏതൻസും തമ്മിൽ റാപ്പിഡ്ലി ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ അൽ മൻസൂരി ഏരിയയിൽ നിരവധി മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ നടത്താനിരുന്ന ചില ഓപ്പറേഷൻസ്, ആർട്ടിലറി ഓപ്പറേഷൻസിനെ കണ്ടെത്തി ആ ലൊക്കേഷൻ ഡിസ്ട്രോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയതായിട്ട് ഇസ്രായേൽ പറയുന്നുണ്ട്. സിറിയയ്ക്കുള്ളിൽ 2007 ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. രഹസ്യ ഓപ്പറേഷനാണ് നടത്തിയത്. രാത്രി നേരം വെളുക്കുന്ന സമയത്ത് അവിടെ 5 ഹെലികോപ്റ്ററിൽ പോയി കൃത്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് ഒരു ഓപ്പറേഷൻ നടത്തിയത്. അവരുടെ ഒരു എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി, IRGCയുടെ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന അന്നത്തെ സിറിയൻ ഭരണാധികാരിയായിട്ടുള്ള അസാദിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ അവിടെ കെട്ടിപ്പടുത്തുയർത്തിയ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി തച്ച് തകർക്കാനാണ് ഇസ്രായേൽ അവിടെ കൃത്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തിയത്. സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു. 2007 നടത്തിയത്. അന്ന് ഇസ്രായേലിനെതിരെ അങ്ങനെ സംഗതികളൊന്നുമില്ല. ഇറാഖിൻ്റെ ഉള്ളിൽ ആണവായുധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ സദ്ദാം ഹുസൈനെ പിടിച്ചുകൊണ്ട് പോയി. അതുപോലെ നിരവധി ഏരിയകളിൽ ഇസ്രായേലിൻ്റെ വാക്കും കേട്ട് അമേരിക്ക പല സാഹചര്യങ്ങളിലും പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരാജയമായിരുന്നു. അപ്പോൾ അതുപോലെ ഇസ്രായേൽ പല ആരോപണങ്ങൾ ഉയർത്തും. അതെല്ലാം തന്നെ അവർ സ്ഥലം കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് എന്നുള്ള തരത്തിൽ പല രീതിയിലുള്ള റൂമേഴ്സൊക്കെ അന്ന് കേൾക്കാനിടയായി. പക്ഷേ ശരിക്കും ഇന്ന് IAEA അവിടെ പരിശോധന നടത്തിയപ്പോൾ, അതായത് ഇപ്പം അവിടെ ഗവൺമെൻറ് മാറി, ശരിക്കും അസാദിൻ്റെ റെജീം അവിടെ പരാജയപ്പെട്ട് റഷ്യയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇവിടെ അഹമ്മദ് അൽ ഷാറ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുൾ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇസ്രായേൽ 2007 നടത്തിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ് അതിൻ്റെ എൻട്രൻസ് ഏരിയകളെല്ലാം തന്നെ ആക്രമിച്ച് കൃത്യമായിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. ആ സ്ഥലം ഇന്ന് IAEA പരിശോധിച്ചപ്പോൾ ടൺ കണക്കിൽ യുറേനിയം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ അത് സേഫായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ് IAEA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൽക്കാലം റേഡിയേഷൻ ലീക്ക് ഇല്ലാത്ത രീതിയിലാണ് അത് സേഫായിട്ട് ഉള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഇപ്പം IAEA പറഞ്ഞിരിക്കുന്നത്. കാരണം സിറിയയെ പോലത്തെ ഒരു രാജ്യത്തിന്, പ്രത്യേകിച്ച് സിറിയയെ പോലത്തെ ഒരു രാജ്യത്തിന് ഏത് നേരത്തും ഏത് തരത്തിലുള്ള അൺസർട്ടനിറ്റിയും ക്രിയേറ്റ് ആവാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ചുറ്റാകെ തീവ്രവാദികൾ അണിനിരന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതൊരു ക്രിട്ടിക്കൽ ഏരിയ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും IAEAയുടെ കണ്ടെത്തൽ അവിടെ ടൺ കണക്കിൽ യുറേനിയം ഉണ്ട് എന്നാണ്. അതായത് ഇറാൻ കൊണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചതാണ്. ഇവർക്ക് എന്തിനാണ് യുറേനിയം? ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് യുറേനിയം കൊണ്ടുവന്ന് വെക്കാൻ എന്താണ് കാരണം? എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയിലൂടെ ഇവർ എന്താണ് ലക്ഷ്യമിടുന്നത്? ആണവായുധം. ഒരൊറ്റ ആണവായുധം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാവും. ഒരു മാപ്പ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് അതിനകത്ത് നടത്താനുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ഇഡ്ലിബിൽ തുർക്കിക്ക് സ്വന്തമായിട്ടുള്ള ഒരു എയർബേസ്, തുർക്കിയാണ് അവിടെ എയർബേസ് നിർമ്മിക്കാനുള്ള സഹായങ്ങൾ നൽകിയത്. അത് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ മൊസാദ് കണ്ടെത്തി അവിടെ ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തി ആ എയർബേസിനെ തച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് തുർക്കി അതിനെ ഇന്ന് ഡിനൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ എയർബേസ് ഒന്നും ഇല്ല എന്നാണ് തുർക്കി എന്ന് പറയുന്നത്. കാരണം തുർക്കി നാറ്റോയിലെ അംഗം കൂടിയാണ്. അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. പക്ഷേ തുർക്കിക്ക് എപ്പോഴും ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് തുർക്കി പല ഇതേപോലത്തെ ഡിഫൻസ് ഗ്രൂപ്പുകളിലും മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അതിലൊന്നാണ് മെക്ക പാക്റ്റ്. അതും ഇതേപോലത്തെ ഒരു പാക്റ്റാണ്. അതിലേക്ക് പല രാജ്യങ്ങളെയും ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി തുർക്കി ഇൻഫ്ലുവൻസ് ചെയ്ത് നടക്കുന്നുണ്ട്. ഈ മെക്ക പാക്റ്റ് ഇന്ത്യക്ക് പാരയാവുമോ എന്ന് ചോദിച്ചാൽ അത് പാരയാവും. അത് ഏത് രീതിയിൽ പാരയാവും എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം തുർക്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സിറിയയ്ക്കുള്ളിൽ ഒരു എയർബേസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിറിയൻ ഗവൺമെൻറ് അത് തുർക്കിയുടെ എയർബേസ് ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
ഗാസ സിറ്റിക്കുള്ളിൽ ഹമാസ് ഓപ്പറേറ്റീവ്സ് നടത്തിയ ഒരു ആക്രമണത്തിൽ പോലീസ് സ്റ്റേഷനിലാണ് അവർ ആക്രമണം നടത്തിയത്. അതിൽ 9 പേര് കൊല്ലപ്പെട്ടു, ഇൻക്ലൂഡിങ് ഒരു പെൺകുട്ടി അതിനകത്ത് പെടും. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 9 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ. അതുമാത്രമല്ല, ഗാസ സിറ്റിയിൽ ഹമാസിൻ്റെ തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ഓപ്പറേറ്റീവ്സിനെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ അറ്റാക്കിലാണ് ഈ 10 പേർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവും ജെറദ് കുഷ്ണറും തമ്മിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ ക്ലാഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ്. അതായത് അമേരിക്ക കാണിക്കുന്ന പരിപാടികൾ എന്താണ്, അമേരിക്കയുടെ നിലപാടുകൾ വളരെ മോശമാണ്, അത് ഒരിക്കലും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള തരത്തിൽ നെതന്യാഹു ശക്തമായ രീതിയിൽ ജെറദ് കുഷ്ണറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാഷ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ട്രംപിൻ്റെ മിലിറ്ററി പവർ മിഡിൽ ഈസ്റ്റിൽ റെഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാനാണെന്നുണ്ടെങ്കിൽ നിരന്തരം അയൽ രാജ്യങ്ങൾക്ക് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ട്രംപ് നൈസിന് പിൻവലിയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മിലിറ്ററി പവർ ഇച്ചിരി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് എത്രമാത്രം സത്യസന്ധമായ വാർത്തയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് പല അനാലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അതായത് അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പിനെ റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും അമേരിക്കൻ സോൾജേഴ്സിൻ്റെ പ്രസൻസ് കുറയ്ക്കാൻ ട്രംപ് തീരുമാനിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.